നിങ്ങൾക്കറിയോ 78% മലയാള സിനിമകൾ ആൾക്കാർ 3 മാസത്തിനുള്ളിൽ മറന്നു പോവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കായിരിക്കും എമ്പുരാനും തുടരും പോലത്തെ കിടിലും പടങ്ങൾ ഇറങ്ങണല്ലേന്ന്. പിന്നെ എങ്ങനെ മലയാള സിനിമ ആൾക്കാർ മറന്നു പോകാനാ? പറഞ്ഞുതരാം. നിങ്ങൾ മണിച്ചിത്രത്താഴ് പോലത്തെ ഒരു പടം കണ്ട് പേടിച്ചിട്ട് എത്ര നാളായി? അതുപോട്ടെ പഞ്ചാബി ഹൗസ് പോലത്തെ ഒരു പടം കണ്ടിട്ട്, അല്ലെങ്കിൽ മീശമാധവൻ പോലത്തെ ഒരു പടം കണ്ടിട്ട് എത്ര നാളായി? ഇപ്പോഴും ഒരുപാട് കോമഡി പടങ്ങളും ഹൊറർ പടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അന്നത്തെ പടങ്ങൾക്കും ഇന്നത്തെ പടങ്ങൾക്കും ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതെന്താണെന്നല്ലേ, അന്നത്തെ പോലത്തെ എവർഗ്രീൻ പടങ്ങൾ ഇന്ന് ഇറങ്ങുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ പടങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കാണാം, 2 പ്രാവശ്യം കാണാം, 3 പ്രാവശ്യം കാണാം മാക്സിമം. പക്ഷേ മണിച്ചിത്രത്താഴൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് നമ്മൾ? ഓട്ടെ, CID മൂസ പോലത്തെ ഒരു പടം മിനിമം 20 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന ആരും. എന്താണ് മോഡേൺ മലയാളം ഫിലിം മിസ് ചെയ്യുന്നത്? എന്താണ് ആ ഒരു ഫാക്ടർ? പറഞ്ഞുതരാം. മീശമാധവനില് ഈ കിണ്ടി എന്ന് പറഞ്ഞ ഒരു 1.5 കിണ്ടി വരും എന്ന് പറയുന്ന പോലെ ഇത് ഒരു ഫാക്ടർ അല്ല, ഒരുപാട് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് തന്നെ വിഷ്വലായിട്ട് എന്ത് മാറ്റമാണ് വന്നതെന്ന് നോക്കാം. വിഷ്വലി നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ വളരെ ക്ലീൻ ആണ്, ഭയങ്കര എല്ലാ ഫ്രെയിമും ഭയങ്കര ക്ലീൻ ആണ്, ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ ഫിലിമിലായിരുന്നല്ലോ. ഡിജിറ്റൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏത് ലൈറ്റ് അടിച്ചാലും നമ്മുടെ മുഖം നല്ല തുടുത്ത് വെളുത്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും, അതായത് സ്മൂത്ത് ആയിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഫിലിമിൽ അങ്ങനെയല്ല. നമ്മളുടെ ആ ഒരു മുഖം എങ്ങനെയാണോ, ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ആ ശരിക്കും നമ്മുടെ ആ ഒരു കണ്ണുകൊണ്ട് ആ ഒരു സ്ഥലം കണ്ട പോലെ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ പടങ്ങൾ കാണുമ്പോൾ ഒരു സോൾ ഇല്ലാത്ത പോലെ തോന്നുന്നത്. കാരണം അത് പക്ക ഒരു ഡ്രീം വേൾഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ വന്ന വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ കാര്യത്തിലാണ്. അന്നത്തെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആരാ? ശ്രീനിവാസൻ, ഡെന്നിസ് ജോസഫ്, ലോഹിതദാസ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇന്നും ശ്യാം പുഷ്കരൻ, മുഹസിൻ ബരാരി എന്ന് പറയുന്ന കുറെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇല്ലേന്ന്. ഉണ്ട്, പക്ഷേ എഴുത്തില് വളരെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്തെ പടങ്ങൾ മൊത്തം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മിക്കവരും അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ അവരുടെ അറിയുന്ന ആ ഒരു സർക്കിളിൽ നിന്ന് നടന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും അവർ പടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീനിവാസനൊക്കെ വരൽവേൽപ്പ് എന്ന് പറയുന്ന പടം എഴുതിയത് അത് പുള്ളിയുടെ അച്ഛന്റെ ജീവിതത്തിൽ നടന്നൊരു കഥയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടിയും ഇമാജിനേറ്റീവ് ആയിട്ട് ഇവിടുത്തെ റൈറ്റേഴ്സ് തിങ്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ റൈറ്റേഴ്സ് പലരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഇമാജിനേറ്റീവ് ആയിട്ട് വലിയ പെരിയ സംഭവങ്ങളൊക്കെ കാണിച്ചാൽ രക്ഷപ്പെട്ടു പോകാന്നാണ്. ബട്ട് ആൾക്കാർ എങ്ങനെ നല്ല പടം ഉണ്ടാക്കാം, എങ്ങനെ നല്ല സ്റ്റോറി ചെയ്താം, എങ്ങനെ നല്ല സ്ക്രിപ്റ്റ് ചെയ്താന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശരിക്കും ഇൻ റിയാലിറ്റി ഒരു എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇമോഷൻസ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് മനുഷ്യന്മാർ പെരുമാറുന്നത്, സിറ്റുവേഷൻസ് ഒരാളെ എങ്ങനെയാണ് ബാധിക്കുന്നത്. ഇതൊക്കെ അന്നത്തെ റൈറ്റേഴ്സിന് അറിയാമായിരുന്നു. ഇന്നത്തെ റൈറ്റേഴ്സ് പലരും ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടുള്ള OTT റിലീസ് ആവുന്ന 78% മലയാള പടങ്ങളെ ആൾക്കാർ മറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ ഇൻഡസ്ട്രി ഒരു ടൈം തൊട്ട് വളരെ അഡിക്റ്റഡ് ആയി. എന്തിനോടാണെന്നറിയോ? പ്രകൃതി പടത്തിനോട്. ആർട്ട് എന്ന് പറയുന്ന സംഭവം, പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്ന സംഭവം ഒറ്റ കുഞ്ഞിന് മനസ്സിലാവരുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കയറ്റിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രി പണ്ടത്തെ ഏത് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും വേറിട്ട് നിന്നു. കാരണം എന്താ? നമ്മളുടെ ആ ഒരു സ്റ്റൈലേ വേറെ ആയിരുന്നു. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ പക്ക ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ട്രാജഡി പടങ്ങളൊക്കെ ചെയ്ത് അത്രയും ആൾക്കാരെ കയ്യിലെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ. പിന്നെ 90s 80s ആ ഒരു കാലഘട്ടം വന്നപ്പോൾ നല്ല നല്ല കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യാൻ തുടങ്ങി, നല്ല നല്ല കോമഡി പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഇവിടെ ഇപ്പോഴും കോമഡി പടങ്ങൾക്കാണ് മാർക്കറ്റ്. ബാക്കി തെലുങ്ക് എടുത്ത് നോക്കിയാലും തമിഴ് എടുത്ത് നോക്കിയാലും മാസ് മസാല പടങ്ങൾക്ക് മാർക്കറ്റ് കൂടിയപ്പോൾ നമ്മുടെ ഇവിടെ ആ കാലത്തിൽ എന്തിനാ മാർക്കറ്റ് കൂടിയത്? കോമഡി പടങ്ങൾക്ക്. മോഹൻലാലൊക്കെ എങ്ങനെ കയറി വന്നത്? കോമഡി പടങ്ങൾ ചെയ്തു. നമ്മുടെ ആ ഒരു റിയൽ കോമഡി വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ആ ഒരു റിയൽ ലെജൻഡ്സ് പിറന്നത് എന്ത് ചെയ്യുന്നതാണ്? അവരുടെ കഷ്ടപ്പാടിൽ നിന്നാണ്, അവരുടെ സങ്കടങ്ങളാണ് നമുക്ക് ഹ്യൂമർ ആയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് വർക്കൗട്ട് ആയത്. ഇപ്പൊ നമുക്ക് സിനിമയിലായിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മൾ അത്രയും നല്ല രീതിക്കാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ പോയി ആവശ്യമില്ലാത്ത പെയിന്റിൽ ചെന്ന് ചാടുന്നല്ല. റിയൽ ഇമോഷൻസ്, മനുഷ്യന്റെ റിയൽ ഇമോഷൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഇന്നും ഇഷ്ടം പോലെ നല്ല മലയാള പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് നല്ല മലയാള പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ക്ലാസ്സിൽ 100 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ 100-80 മാർക്കാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 70-75 ആവറേജിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ 100% കിട്ടുന്ന ആരും ഉണ്ടാവില്ല. കാരണം അവർ എയിം ചെയ്യുന്നത് ആ ആവറേജ് മീറ്റ് ചെയ്യാനായിരിക്കും. നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക പടങ്ങളും 95% പടങ്ങളും ആവറേജ് ആണ്, ബാക്കി പലത് എബോവ് ആവറേജ് ആണ്. പക്ഷെ നമ്മുടെ ആ ഒരു ഗ്രാഫ് പോയതുണ്ടോ? നമ്മൾ അത്രയും കിട്ടിയിരുന്ന ആൾക്കാരായിരുന്നു, ലെജൻസ് ആയിരുന്നു നമ്മൾ, ലെജൻഡ്. പക്ഷെ അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. അന്ന് ഉണ്ടായിരുന്ന പലരും ഒന്നുമില്ല. അന്നത്തെ ലെജൻസ് പലരും മരിച്ചുപോയി. അതിനൊരു റിപ്ലേസ്മെന്റ് ആയിട്ട് ഇന്ന് പലർക്കും വരാൻ പറ്റിയിട്ടില്ല. കാരണം അവർ കഷ്ടപ്പെട്ട അത്രയും, നമുക്കറിയാലോ പ്രേം നസീർ സാറൊക്കെ സ്വന്തം കുടുംബജീവിതം വരെ കളഞ്ഞിട്ടാണ് പടം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലൊന്നും ആരും ഇന്ന് ചെയ്യില്ല, ഇന്ന് ചെയ്യാനും പാടില്ല. പക്ഷെ ആ ഒരു ലെവൽ, അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ലെവൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ മലയാള സിനിമ ഇവോൾവ് ചെയ്യാണ്, വളരെ വേറൊരു രീതിയിൽ ഇവോൾവ് ചെയ്യാണ്.
കഴിഞ്ഞുപോയ നമ്മുടെ മലയാള സിനിമയുടെ ഗോൾഡൻ പീരീഡ്സ് ഒക്കെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് പുതിയൊരു എവല്യൂഷനിലേക്ക് കാലെടുത്ത് വെക്കാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.